നമുക്ക് ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വന്നു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെയാണ് അതിന് എന്ത് സിനിമയിൽ നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സത്യം. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിട്ടിട്ട് പോയി കളയും. റൈറ്ററിൻ്റെ അടുത്തായിരുന്നു. ഞാനൊരു 10-20 മിനിറ്റ്സിലാണ് ഇക്കടുത്ത കഥ പറഞ്ഞത്. സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിച്ച് ചെയ്തതും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ 3 വാക്കേ പറയുന്നുള്ളൂ. മമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു, ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു. അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ആൻഡ് വി ഡിഡ് എ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് മമ്മൂക്കയ്ക്ക് വന്ന് കാണിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത്. ഓക്കെ, ദിസ് വിൽ വർക്ക് എന്നുള്ളത്. സോ അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് supporting my vision. So yeah, it's a collective effort. It's a very collective effort. Unfortunately നമ്മുടെ DOP-യുടെ ഇതില്ല, എത്താൻ പറ്റിയില്ല. മിസ്റ്റർ ഷെനാസ് ജലാലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ദിസ് ഇസ് മൈ സെക്കൻഡ് കൊളാബറേഷൻ വിത്ത്. സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. ഫീൽ ചെയ്യണ്ടോ? ആണോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഫിലിം, ഒരു ഇംഗ്ലീഷ് ഫിലിം കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയ. ഈ ട്രെയിലർ കാണുമ്പോൾ അല്ല, അങ്ങനത്തെ ഒരു പടം. ഈ ഹൊററിന്റെ ഒരു ഇത് ബ്യൂട്ടി ടു ഇറ്റ്. അറ്റ് ദ സെയിം ടൈം പ്ലോട്ട് വിൽ ബി ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് അതിൻ്റെ പ്ലോട്ട്സും ക്യാരക്ടറിലുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതുമാതിരി ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതിന്ന് യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഗെറ്റ് ഔട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾക്ക് കണ്ടു, പക്ഷെ കഥ അങ്ങനത്തെ അല്ല, വേറെ ടോട്ടലി ഡിഫറെന്റ് കഥയാണ്. ഇപ്പോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്കവിടെ ഒരു ഇരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു ഭീഷ്മപർവത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പോൾ ഒരേ വിധത്തിലുള്ള ഒരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയും ഉണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ സ്റ്റില്ല്. സോ അത് അരുണാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു, കുറേ സ്റ്റിൽസ്, കുറേ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ?
ഭീഷ്മയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അല്ല നമുക്ക് ഈ നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലം ഇതല്ലേ. അല്ല അപ്പൊ പറഞ്ഞ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചതും ഒന്നും പറ്റൂല. എന്ത് കാണാൻ? അല്ല, കാലം നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല. അല്ല അപ്പൊ ഇങ്ങനെ സങ്കല്പം മാത്രമേ ഉള്ളൂ. അല്ല അപ്പൊ ഇങ്ങനെ ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും